ലോകത്ത് ചരിത്രം രേഖപ്പെടുത്തിയ കാലം മുതൽ മനുഷ്യർ തമ്മിൽ എന്തിനാണ് കൊല്ലുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായി കൊല്ലുന്നത്. അത് ഇന്നും അതിന് ഒരു മാറ്റവുമില്ല. മണ്ണിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും. ഈ മണ്ണ് എന്ന് പറയുന്നത് അധികാരം, സമ്പത്ത് എന്നിവ എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗമാണ്. രണ്ടാമത്തേത് നവരസങ്ങളിൽ ഒന്നായ ശൃംഗാരവും കാമവും എല്ലാം ഒത്തിണങ്ങിയ മനുഷ്യൻ്റെ ഏറ്റവും ദൗർബല്യങ്ങളിൽ ഒന്ന്. ഇത് രണ്ടിനും വേണ്ടി മനുഷ്യൻ കൊന്നൊടുക്കിയതിന് കണക്കൊന്നുമില്ല ലോകത്തെവിടെയും. എന്നാൽ ആധുനിക കാലത്തേക്ക് വന്നപ്പോൾ രാജാധികാരങ്ങൾ മാറി ജനാധിപത്യത്തിലേക്ക് വന്നു. പക്ഷേ ഇന്നും ജനാധിപത്യത്തിൻ്റെ യാതൊരു ഗുണവും നേട്ടവും അനുഭവിക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അവർ പല ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെയും കാലടികളിൽ വീണ് കിടക്കുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലാതെ. ജനാധിപത്യം വന്നതറിയാതെ രാജാധിപത്യത്തിൻ്റെ ദുഷിച്ച പ്രവണതകൾ പേറുന്ന ചില അധികാര വൃന്ദങ്ങൾ ഓരോ നാട്ടിലുമുണ്ട്. ഇന്ത്യയിലും അത്തരത്തിൽ അനവധി പ്രദേശങ്ങളുണ്ട്. ജനാധിപത്യ ഭരണകൂടത്തിനോ ജനാധിപത്യത്തിലെ നിയമങ്ങൾക്കോ സ്ഥാനമില്ലാത്ത ഒരു സ്ഥലം. അവിടെ എല്ലാം തീരുമാനിക്കുന്നത് ആ ഒരു കുടുംബമാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം ആ കുടുംബത്തെ അനുസരിക്കണം. അവിടെ മറ്റാർക്കും വന്ന് വലിയ വലിയ വ്യവസായങ്ങളോ കൃഷിയോ തുടങ്ങാൻ സാധ്യമല്ല. ആരെങ്കിലും ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ അതിൽ കണ്ണുവെച്ച് അത് തട്ടിയെടുക്കുന്നു. കൊടുത്തിട്ട് പോയില്ലെങ്കിൽ കൊല്ലുക. അല്ലെങ്കിൽ നിരപരാധികളായ പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ കണ്ട് മോഹം തോന്നിയാൽ സമീപിക്കുക. തയ്യാറായില്ലെങ്കിൽ കൊല്ലുക. ഒടുവിൽ മണ്ണിനടിയിലേക്ക് പറഞ്ഞുവിടുക. ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഏതോ ഒരു ദുരൂഹമായ കഥയാണ്, അല്ലെങ്കിൽ ഒരു സിനിമയിലെ കഥയാണെന്ന് തോന്നും. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥല, ഉജിറെ ഭാഗങ്ങളെ ചുറ്റിപ്പറ്റി നടന്ന ദുരൂഹമായ അനവധി കൊലപാതകങ്ങളും അത് പുറത്തറിയിക്കാൻ ശ്രമിച്ചവരെ അടിച്ചമർത്തിയ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വൻ ഗൂഢാലോചനയുടെ, ഒരു വൻ കുറ്റകൃത്യത്തിൻ്റെ കഥയാണിപ്പോൾ തെളിഞ്ഞു വരുന്നത്. ധർമ്മസ്ഥല എന്ന ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കൊലപാതകം, ലൈംഗിക അതിക്രമങ്ങൾ, കുഴിമാടങ്ങൾ എന്നിവയെക്കുറിച്ച് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ധർമ്മസ്ഥല ശവസംസ്കാര കേസ്. ഈ മണ്ണിനടിയിലേക്ക് പോയ നിരപരാധികളുടെ കരച്ചിലായിരിക്കാം, ദീനരോധനങ്ങളായിരിക്കാം അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരു ശുചീകരണ തൊഴിലാളിയുടെ മനസാക്ഷിയിൽ വന്ന് സ്പർശിക്കുന്നത്, അല്ലെങ്കിൽ മനസാക്ഷിയെ നിരന്തരം മുട്ടി വിളിക്കുന്നത്, അയാൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നത്. അങ്ങനെ അയാൾ താൻ ചെയ്ത കുറ്റങ്ങൾ, അല്ലെങ്കിൽ വലിയ കുറ്റങ്ങൾക്ക് ഭയം കൊണ്ട് കൂട്ടുനിൽക്കേണ്ടി വന്ന അന്നത്തെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അയാൾ രംഗത്ത് വന്നത്. താൻ 100-ലേറെ പേരെ കുഴിച്ച് താഴ്ത്തിയിട്ടുണ്ട് എന്ന് അയാൾ തുറന്നു പറയുമ്പോൾ ആദ്യമൊന്നും ചെവി കൊടുക്കാതിരുന്ന നിയമ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. ധർമ്മസ്ഥലയ്ക്ക് ചുറ്റുമുള്ള 4000 ഏക്കറോളം വരുന്ന ഭൂമി, ഈ ഭൂമിയിൽ എത്രയോ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ ആ ഭൂമിയിലുണ്ട്. ആ മനുഷ്യരുടെ ശരീരത്തിലെ ജീവാംശങ്ങൾ വലിച്ചെടുത്ത് വളർന്ന മരങ്ങളും ചെടികളും ഇന്നവിടെ സമ്പുഷ്ടമായി വളർന്നു നിൽക്കുന്നുണ്ടാകും. എന്തിനെന്നറിയാതെ കൊല്ലപ്പെട്ടവർ, ക്ഷേത്രത്തിൽ മോക്ഷം തേടി വരുന്നവർ, ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി വരുന്നവർ, ഭാഗ്യാന്വേഷികൾ, സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടാൽ നോട്ടമിടുന്ന ക്ഷേത്ര ജീവനക്കാർ, അവർക്ക് കൂട്ടുനിൽക്കുന്ന ഡി ഗ്യാങ് എന്നറിയപ്പെടുന്ന ധർമ്മസ്ഥലയിലും ചുറ്റുപാടുമുള്ള ഒരു വലിയ ക്രിമിനൽ സംഘം. അതിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുതൽ പല വിധത്തിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഡി ഗ്യാങ്. ഇവരെ പ്രതിരോധിക്കാനോ എതിർക്കാനോ ഇത്രയും കാലം അവിടെ ആർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിച്ചവരെല്ലാം തന്നെ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നു. ഇത്തരത്തിൽ ദുരൂഹത പേറുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ ഇന്ന് വർത്തമാനകാല ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അക്രമങ്ങളും അസഹിഷ്ണുതകളുമൊക്കെ പലയിടത്തും ഉണ്ടാകാം. പക്ഷെ അതിലൊന്നും ഒരു ദുരൂഹതയില്ല. അതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ സംഭവിക്കുന്ന പല പല ക്രിമിനൽ കേസുകളും കലാപങ്ങളും ഒക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. എത്രയോ തിരോധാനങ്ങൾ, ആരും അറിയാതെ പോയ എത്രയോ തിരോധാനങ്ങൾ, എത്രയോ അമ്മമാർ അവരുടെ പെൺകുട്ടികളെ തിരക്കി ഇന്നും നടക്കുന്നു. എത്രയോ പേർ അവരുടെ കാണാതായ ബന്ധുക്കളെ തേടി ഇന്നും നടക്കുന്നു. ഇതിനൊക്കെ ഒരു മറുപടിയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം. 3 പതിറ്റാണ്ടായി ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന പാതകങ്ങളുടെ കുറ്റബോധം, പശ്ചാത്താപം, അയാളെ വേട്ടയാടുന്ന പേടി സ്വപ്നങ്ങൾ, അങ്ങനെ
ഇതെല്ലാം കാരണം ഉറക്കം നഷ്ടപ്പെടുമ്പോഴും സംഭവം പുറത്തു പറഞ്ഞാൽ പ്രാണൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താലും കാലങ്ങളോളം നഗരങ്ങൾ മാറി മാറി ഒളിവിൽ കഴിഞ്ഞ ആ ശുചീകരണ തൊഴിലാളി, ഒരു ദളിത് ശുചീകരണ തൊഴിലാളി, ഇന്ത്യയിൽ ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികൾക്ക് കൈമാറി. 48 വയസ്സുള്ള ആ മനുഷ്യൻ ഇന്ന് കർണാടകയിലും ഇന്ത്യയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മസ്ഥല എന്ന ക്ഷേത്രനഗരിയെ ഞെട്ടിക്കുന്ന ബലാത്സംഗ കൊലപാതക പരമ്പരകളും ശവസംസ്കാരവും സംബന്ധിച്ച ആരോപണങ്ങൾ രാജ്യത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. 1970-കൾ മുതൽ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ താമസിക്കുന്ന ചില അധികാര വൃന്ദങ്ങൾ ആ കുടുംബങ്ങളുടെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കർണാടകയിലെ പ്രബലമായ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഈ വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ലൈംഗികാതിക്രമങ്ങളും കൊലപാതകങ്ങളും ശവങ്ങൾ കുഴിച്ചു മൂടലും എന്നിവയൊക്കെ അവിടെ നിർബാധം തുടർന്നു വരികയാണ്. കാലകാലങ്ങളിൽ ഈ സ്ഥലം പ്രതിഷേധത്തിന് വിധേയമായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നാമമാത്രമായിരുന്നു. അല്ലെങ്കിൽ തന്നെ പ്രതിഷേധിക്കാൻ മുന്നോട്ടിറങ്ങി വരുന്നവർക്ക് തിക്താനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവിടെ പ്രതിഷേധങ്ങളുടെ നിർദാക്ഷിണ്യം അടിച്ചമർത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ ധർമാധികാരിയുടെ ഇന്നത്തെ കിങ്കരപ്പട ഡി ഗ്യാങ് അവർ നിർദാക്ഷിണ്യം അടിച്ചമർത്തിയിട്ടുണ്ട്, ഭൂമിക്ക് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും. 2012 സൗജന്യ എന്ന 17 വയസ്സുള്ള കൗമാരക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തോടെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഒന്ന് ആളിക്കത്തുകയുണ്ടായി. കുറ്റവാളിക്ക് ക്ഷേത്ര നേതൃത്വവുമായി ബന്ധമുണ്ടെന്ന് സൗജന്യയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഈ മേൽപ്പറഞ്ഞ ശുചീകരണ തൊഴിലാളി 95-നും 2014-നും ഇടയ്ക്കാണ് നൂറുകണക്കിന് മൃതദേഹങ്ങൾ നേത്രാവതി നദിക്കരയിൽ കുഴിച്ചിട്ടതായി പറയുന്നത്. അയാൾ അതിന് നിർബന്ധിതനായി എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ അയാളെയും അയാളുടെ കുടുംബത്തെയും ഉന്മൂലനം ചെയ്യും. 2005 ജൂണിലാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത്. ശവസംസ്കാരങ്ങൾ നടത്താനായി നേത്രാവതിയുടെ തീരം തന്നെ തിരഞ്ഞെടുത്തത് നദിയുടെ ഈർപ്പമുള്ള മണ്ണിൽ ഈ ശവങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ, മൃതദേഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മണ്ണിൽ അഴുകിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് അവിടെ തന്നെ തിരഞ്ഞെടുത്തത്. ഇരകളെ കൂട്ടത്തോടെ സംസ്കരിച്ച സ്ഥലത്ത് നിന്ന് എടുത്തതാണെന്ന് അവകാശപ്പെട്ട ഒരു അസ്ഥി കൂടെ അവശിഷ്ടവുമായാണ് അദ്ദേഹം പ്രാദേശിക കോടതിയിൽ ഹാജരായത്. വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് കോടതി സംരക്ഷിച്ച അദ്ദേഹം കഴിഞ്ഞ 12 വർഷം ഒളിവിലായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം എന്താണെന്ന് വച്ചാൽ 12 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയെയും മറ്റൊരു 20-കാരിയായ ഒരു പെൺകുട്ടിയെയും ഇങ്ങനെ നദിക്കരയിൽ അടക്കം ചെയ്ത സംഭവമാണ്. 20-കാരി ആസിഡ് ആക്രമണത്തിൻ്റെ ഇരയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാകട്ടെ 12-നും 15-നും ഇടയിൽ പ്രായമുള്ള ആ പെൺകുട്ടിയാണ്. അത് 2010 നടന്ന സംഭവമാണ്. ആ മനുഷ്യൻ പറയുന്നത് അപ്പോഴും ആ മൃതദേഹത്തിൽ സ്കൂൾ യൂണിഫോമിൻ്റെ മേലുടുപ്പ് ധരിച്ചിരുന്നുവെന്നാണ്. മറ്റു വസ്ത്രങ്ങൾ കാണാനില്ലെന്നാണ്. ഒരു സ്കൂൾ ബാഗും ഉണ്ടായിരുന്നു. ശരീരത്തിൽ ലൈംഗികാതിക്രമത്തിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു. കഴുത്തിൽ ശ്വാസം മുട്ടിച്ചതിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ തൻ്റെ സാക്ഷ്യപത്രത്തിൽ പറയുകയാണ്. നോക്കൂ, ഒരു നേരത്തെ കാമാസക്തി നിറവേറ്റാൻ വേണ്ടി ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ അത് നരാധമന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് സത്യം. അയാൾ ആ കുഴി കുഴിച്ചിട്ട് സ്കൂൾ ബാഗിനൊപ്പം ആ കുട്ടിയെ അടക്കം ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. ആ രംഗം അയാൾ വർഷങ്ങളോളം വേട്ടയാടി. അങ്ങനെയാണ് താൻ കുഴിച്ചിട്ടതായി അവകാശപ്പെടുന്ന 100 കണക്കിന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അന്വേഷണം നടത്തണമെന്നും മരണമടഞ്ഞ ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതുപോലെ ഹിന്ദു പുരാണത്തിൽ പറയുന്നത് പോലെ ആത്മമോക്ഷം ലഭിക്കാതെ ദുരൂഹമായി മരണപ്പെട്ടവരുടെ ആത്മാക്കൾ എതികിട്ടാതെ ഈ ശുചീകരണ തൊഴിലാളി, നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏതോ കാലഘട്ടത്തിൽ ദുരൂഹമായി മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ആത്മാവ്, ആ വ്യക്തിക്ക് എന്തിനാണ് താൻ മരിച്ചതെന്ന് പോലും അറിയില്ല. ആ വ്യക്തി മരിച്ചു എന്നും അയാളുടെ ബന്ധുക്കൾക്കും അറിയില്ല. അയാൾക്ക് ആരോടൊക്കെയോ ചില സത്യങ്ങൾ തുറന്നു പറയാനുണ്ട്. അങ്ങനെ ആ സത്യം തുറന്നു പറയാൻ വേണ്ടി ആ ആത്മാവ് നമ്മുടെ സിനിമയിലെ നായകനെ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ചില സിനിമകൾ, അനവധി സിനിമകൾ ഈ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ ദേവദൂതൻ എന്നൊക്കെ പറഞ്ഞ സിനിമ. അതുപോലെ ഇതൊരു ഭാവനയാണ്, അല്ലാതെ ആത്മാവും പരമാത്മാവും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ദുരൂഹമായി മരിച്ചൊടുങ്ങിയ അനവധി പേരുടെ ആത്മാക്കൾ ഈ ശുചീകരണ തൊഴിലാളിയുടെ മനസാക്ഷിയിൽ വന്ന് മുട്ടി വിളിക്കുകയാണ്, ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം.
അയാൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിച്ചില്ല. താൻ കുഴിച്ചിട്ടതായി അവകാശപ്പെടുന്ന നൂറുകണക്കിന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അന്വേഷണം നടത്തണമെന്നും മരണമടഞ്ഞ ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പരാതികൾ വ്യാപകമായ വിവാദങ്ങൾക്ക് കാരണമായി. പൊതുജനങ്ങളുടെ രോഷത്തിൽ നിന്നും വിവാദത്തിൽ നിന്നുമുള്ള സമ്മർദ്ദം പോലീസ് അന്വേഷണത്തിന് കാരണമായി. ജൂലൈ 4 സംഭവത്തെക്കുറിച്ച് പോലീസ് കേസ് ആരംഭിച്ചു. പരാതിക്കാരന് ജൂലൈ 10 പോലീസ് സംരക്ഷണം നൽകി. ജൂലൈ 11 അയാൾ വ്യക്തിപരമായി തോണ്ടി പുറത്തെടുത്ത ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ച് അയാൾ വിവരണങ്ങൾ നൽകി. 2003 ഒരു കോളേജ് യാത്രയ്ക്കിടെ കാണാതായ അനന്യ ഭട്ടിൻ്റെ അമ്മ തൻ്റെ മകൾ കൊല്ലപ്പെട്ട ഇരകളിൽ ഉൾപ്പെടാമെന്ന് കരുതിയിരുന്നതായി പറയുന്നു. ധർമ്മസ്ഥലയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിനെ സ്വാഗതം ചെയ്ത നവേദു നല്ലടിധാര എന്ന വനിതാ സംഘടന കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും 2012 സൗജന്യ ബലാത്സംഗ കൊലപാതക കേസ് പുനരന്വേഷിക്കണമെന്നും അധികാരികളോട് ആവശ്യപ്പെട്ടു. നമ്മൾ ചിന്തിക്കണം, 2016 വരെ ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായില്ല? അവിടെ പോലീസ് സ്റ്റേഷൻ വരുന്നതിൽ ആർക്കാണ് പ്രശ്നം? ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൻ്റെയൊക്കെ ഒരു ഉപോൽപ്പന്നമാണ്, അല്ലേ? നീതി നിർവഹണത്തിന് വേണ്ടി, നിയമപാലനത്തിന് വേണ്ടിയാണ് പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകുന്നത്. രാജാധികാരത്തിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല. രാജകുടുംബം നിശ്ചയിക്കുന്ന നീതിയും അനീതിയുമാണ് ആ നാട്ടിലുണ്ടാവുക. രാജാവിന് വേണ്ടി എന്ത് നടപ്പിലാക്കാൻ രാജാവിൻ്റെ ഭടന്മാർ. അവിടെ മറ്റൊരു സംവിധാനത്തിന് സ്ഥാനമില്ല. ധർമ്മസ്ഥലയിലെ തമ്പ്രാക്കന്മാരും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. തങ്ങളുടെ പൂർവികന്മാർ കെട്ടിപ്പടുത്ത ഈ രാജാധികാരം കൈവിട്ട് കളയാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥലയിൽ ആര് വന്നൊരു ഭൂമി മേടിച്ച് ഒരു വ്യവസായം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ഫാം തുടങ്ങാനോ തീരുമാനിച്ചാൽ അത് ഈ തമ്പ്രാക്കന്മാർ തട്ടിയെടുക്കും. അതിൻ്റെ കാരണം എന്താണ്? ധർമ്മസ്ഥല എന്ന രാജ്യം മുഴുവൻ തങ്ങളുടെ സ്വന്തമാണ് എന്ന ആ പൂർവിക ബോധം, ആ രാജബോധം. ക്ഷത്രിയന് ഹിംസ എന്ന് പറയുന്നത് അവൻ്റെ കർമ്മമാണെന്ന് കരുതുന്ന, ഇന്നും ആ രാജാധികാരത്തിൻ്റെ ദുഷ്പ്രവണതകൾ പേറുന്ന ചില കുടുംബങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. ക്ഷത്രിയന് യുദ്ധവും കൊലയും മൃഗയ വിനോദങ്ങളും അല്ലെങ്കിൽ അവൻ്റെ അന്തഃപുരത്തിൽ മാറി മാറി വരുന്ന സുന്ദരികളായ പെണ്ണുങ്ങളും. പണ്ട് രാജാക്കന്മാർക്ക് ഇങ്ങനെയൊരു ഭ്രമമുണ്ടായിരുന്നു. തനിക്കിഷ്ടപ്പെട്ടതൊക്കെ തൻ്റെ അന്തഃപുരത്തിൽ അല്ലെങ്കിൽ തൻ്റെ രാജ കൊട്ടാരത്തിലെത്തണം. അതല്ലെങ്കിൽ അനുസരിക്കാത്ത പ്രജകൾക്ക് ഉള്ള ശിക്ഷ അറിയാലോ. അത് തന്നെയാണ് ഇന്നും അവരവിടെ നടത്തിപ്പോരുന്നത്. അവരുടെ ആജ്ഞകൾ ശിരസ വഹിക്കാൻ അവിടെ കിങ്കരന്മാർ എന്ന ഡി ഗ്യാങ്, ഈ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു സംഘം. അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ, പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഈ പോലീസുകാർ ഡമ്മികളാണ്. പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. എങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് കണ്ടാലെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ പോലും ആ ജനങ്ങൾക്ക് ഇത്രയും നാൾ 2016 വരെ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ധർമ്മസ്ഥലയിലെ ഒരു രാജകുടുംബത്തെക്കുറിച്ചും ഒരു അധികാര കേന്ദ്രത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ആരാണ് വീരേന്ദ്ര ഹെഗ്ഡെ എന്നും അയാൾക്ക് ധർമ്മസ്ഥലയുമായുള്ള ബന്ധം എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഈ വീരേന്ദ്ര ഹെഗ്ഡെക്കുറിച്ച് പൊതുസമൂഹത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിൽ വീരേന്ദ്ര ഹെഗ്ഡെക്കുറിച്ച് വളരെ പോസിറ്റീവായ ചില കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. ഒരു വലിയൊരു ക്ഷേത്രം നടത്തുന്നു, അതിൻ്റെ ധർമാധികാരിയാണ്. പ്രതിദിനം 50,000-ഓളം പേർക്ക് ഭക്ഷണം നൽകുന്നു. ആ ക്ഷേത്രത്തിൽ സമൂഹ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നടത്തുന്നു, സ്കൂളുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടത്തുന്നു. ആ രാജ്യത്തിൻ്റെ, ആ നാടിൻ്റെ നിയമ പരിപാലനങ്ങളെല്ലാം നടത്തുന്നത് അവരാണ്. ധർമ്മ പരിപാലനം നടത്തുന്നത് അവരാണ് എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. ഈ പ്രതിദിനം 50,000 പേർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന ധർമ്മസ്ഥലയുടെ അടുക്കളയെക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. കാരണം 50,000 പേർക്കൊക്കെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് ഒരു നേരം മാത്രമല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് അനവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നു. ഡോക്ടറേറ്റുകൾ, കർണാടക രത്ന അവാർഡ്, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഇതൊന്നും പോരാഞ്ഞിട്ട് രാജ്യസഭാംഗം, എംപിയും കൂടിയാണ്. അങ്ങനെയൊക്കെ അദ്ദേഹം പ്രശസ്തിയുടെ ഉത്തുംഗ ശൃംഖത്തിൽ വിഹരിച്ച് നിൽക്കുമ്പോഴാണ് ഈ 77 വയസ്സുള്ള ഹെഗ്ഡെയെക്കുറിച്ച് വർഷങ്ങളായി തന്നെ ആ പരിസരത്ത് അനവധി വിവാദങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങളും കൂടി പൊങ്ങി വരുന്നത്. എന്നാൽ അതൊന്നും ലോകം അറിയില്ല. കാരണം അങ്ങനെ വിവാദങ്ങൾ ഉണ്ടെങ്കിൽ ആ വിവാദങ്ങൾ പ്രതികരിക്കുന്നവരും ആ വിവാദങ്ങൾ
ളുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവരുമൊക്കെ പുറം ലോകം കാണില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ധർമ്മസ്ഥലയ്ക്ക് പുറത്തധികം പോകാറില്ല. ഇപ്പോഴാണ് ഈ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളി വന്നതും കാര്യങ്ങൾ തുറന്നു പറയുന്നതും നൂറുകണക്കിന് ദുരൂഹ മരണങ്ങൾ അയാളുടെ കൈകൊണ്ട് തന്നെ കുഴിച്ച് താഴ്ത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ എത്രയോ ശുചീകരണ തൊഴിലാളികളുണ്ട്. ആ ശുചീകരണ തൊഴിലാളികൾ എല്ലാം കൂടി എത്രത്തോളം ഡെഡ് ബോഡികളാണ് കുഴിച്ചിട്ടിട്ടുള്ളതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഞെട്ടലുണ്ടാക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് SIT സംഘം രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും അവർ സാക്ഷികളും ഒന്നിച്ച് ഇയാൾ പറയുന്ന സ്ഥലത്തൊക്കെ ചെന്ന് കുഴി തോണ്ടി എടുക്കുകയും നേത്രാവതി നദിയുടെ കരയിലൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ നിരവധി അസ്ഥികൾ കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇത് ശരിക്കും ധർമ്മസ്ഥലയല്ല, ഇത് അധർമ്മസ്ഥലയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ധർമ്മം എന്ന് പറയുന്ന അത് ഒരു ആട്ടിൻതോല് മാത്രമാണ്. അവിടെ യഥാർത്ഥത്തിൽ ആ ധർമ്മത്തിൻ്റെ ആട്ടിൻതോലിട്ടുകൊണ്ട് പുലിയും കടുവയും ചെന്നായും ഒക്കെയാണ് വിഹരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അങ്ങനെ നായകനായ ഒരു വ്യക്തി, വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇമേജിലേക്ക് കുറേ കരിനിഴൽ വന്ന് വീഴുകയാണ്. കാരണം ഈ കുടുംബമാണ് അവിടുത്തെ കേസിലെ പ്രതികളെയൊക്കെ സംരക്ഷിക്കുന്നതെന്നാണ് ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, ഞാനും ഈ ധർമ്മസ്ഥലം ഒരിക്കൽ പോയിട്ടുണ്ട്. 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയാണ്. ഒരു വലിയൊരു അന്നദാന മണ്ഡപം തന്നെ അവിടെ ഉണ്ട്. അപ്പം അതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതുമാത്രമല്ല, ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നൂറുകണക്കിന് പേർ അവിടെ വന്ന് അടിയാറുണ്ട്. അതിൽ ഭിക്ഷക്കാരുണ്ട്, വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വൃദ്ധ ദമ്പതിമാരുണ്ടാകാം. കാരണം ആഹാരം കിട്ടും, എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി, അങ്ങനെ വരുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ആളുകളും അവിടെ വന്നിരുന്ന്, വയസ്സായ കുറേ ആളുകളും അവിടെ വന്നിരുന്ന് ചിലപ്പോൾ മരിക്കാറുണ്ട്. അവിടെ ഒരു കാലത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവർ പോലീസിലൊന്നും അറിയിച്ച് മെനക്കെടാനൊന്നും തയ്യാറാകാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്തു, ഈ വരുന്നവരെ അനാഥ ശവമായി കരുതിക്കൊണ്ട് ഈ കാടിലൊക്കെ കൊണ്ട് കുഴിച്ചു മൂടുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ വരുമ്പോഴാണ് അവിടെ അതുമാത്രമല്ല സംഭവമെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ആ പ്രദേശത്തുള്ള സാധുക്കളായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവിടെ ആരാധനയ്ക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ ഈ ദുരവസ്ഥ ഉണ്ടായതായി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇതെന്താ ഈ ധർമ്മസ്ഥലം ഇന്ത്യയിലല്ലേ, ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. കാരണം അവിടെ ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലാത്ത ഫ്യൂഡലിസം കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലമാണ്. ജമ്മി കുടിയാൻ സാഹചര്യങ്ങൾ, ആ അവസ്ഥ കൊടികുത്തി വാഴുന്ന സ്ഥലമാണ്. എത്രയോ നൂറ്റാണ്ടുകളായി, 800 വർഷങ്ങളോളമായി ധർമ്മസ്ഥലയുടെ പോലീസും കോടതിയും ആരാച്ചാരും എല്ലാം ആ കുടുംബം തന്നെയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ഈ കുടുംബം നൽകുന്ന സ്വാതന്ത്ര്യം മാത്രമാണ്. അല്ലാതെ ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യമല്ല അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ വീരേന്ദ്ര ഹെഗ്ഡ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ ധർമാധികാരി രത്നവർമ്മ ഹെഗ്ഡെയുടെയും മൂത്ത മകനാണ്. ഇവർ ഒരു തുളു ജൈൻ ബണ്ട് വംശ പരമ്പരയിലെ ബർഗേഡ് രാജവംശത്തിൽപ്പെട്ട ആളാണ് ഇവരൊക്കെ. അതാണ് പറയുന്നത്, രാജവാഴ്ചയായിരുന്നു ഇവരൊക്കെ. നൂറ്റാണ്ടുകളോളം ആ സ്ഥലം അടക്കി ഭരിച്ചവരാണ്. അവർക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടെന്നും 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടെന്നും തങ്ങളുടെ രാജാധികാരമൊക്കെ വിട്ടുപോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. കാരണം അധികാരമൊക്കെ നഷ്ടപ്പെട്ട് ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സാധാ ജനങ്ങളിൽ ഒരാളായി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് ഈ രാജവാഴ്ചകൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ വെച്ച് അധികാരമൊക്കെ വെച്ച് അനുഭവിച്ചവരുടെ ഒരു പ്രശ്നമാണ്. പെട്ടെന്നൊന്നും അല്ലാതെ കിടന്ന കുറേ വ്യക്തികൾ പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ വോട്ട് നേടി ജയിച്ച് അധികാരത്തിലെത്തുന്നു, അവർ മന്ത്രിമാരാകുന്നു, അവർക്കും കീഴായി പോകുന്നു തങ്ങൾ എന്ന്. ഒരുപക്ഷെ ഈ ധർമ്മസ്ഥലയിലൊക്കെ ഇവർ അടിയാന്മാരായും കുടിയാന്മാരെയും ഒക്കെ കരുതിയിരുന്ന അടിച്ചമർത്തപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരിക്കും ചിലപ്പോൾ നാളെ ജയിച്ചു വന്നിട്ട് കർണാടകയുടെ ഏതെങ്കിലും വലിയൊരു സ്ഥാനത്തിരിക്കുന്നത്. അവരെയൊക്കെ അംഗീകരിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്തരം ആളുകളുടെ എല്ലാം ഒരു പ്രശ്നമാണ്. ക്ഷത്രിയൻ എന്നാൽ അധികാരം കൈയാളാൻ വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള എന്തോ ഒരു വലിയ സംഭവമാണെന്നാണല്ലോ പറയുന്നത്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ലോകത്തെമ്പാടുമുള്ള കാര്യമാണ്. രാജാധികാരം കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് അത് വിട്ടൊഴിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ പെർഗേഡ് രാജവംശത്തിലെ 21ാമനായിട്ടാണ് ഇദ്ദേഹം ആ സ്ഥാനത്തെത്തുന്നത്. കഴിഞ്ഞ 55 വർഷമായി അയാൾ ഈ ധർമ്മസ്ഥലയുടെ രക്ഷാധികാരിയാണ്. സാമൂഹിക പരിഷ്കർത്താവായും തത്വചിന്തകനും മനുഷ്യസ്നേഹിയും വിദ്യാഭ്യാസ വിദഗ്ധനും എന്നൊക്കെ നിലയിൽ പേരെടുത്ത ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ടെന്ന് ധർമ്മസ്ഥലയുടെ വെബ്സൈറ്റാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ ഒരു എല്ലാ വിധത്തിലുള്ള ദുഷ്പ്രവണതകളും വിട്ടുമാറാത്ത ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തെ പോലെ ഈ
ഈ രാജവംശത്തിൽ, ഈ പെർഗേഡ് രാജവംശത്തിൽ 21 എന്ന് പറയുന്നത് ശരിക്കും അയാൾ അവിടുത്തെ രാജാവ് തന്നെയാണ്. ധർമ്മസ്ഥല രാജ്യത്തെ രാജാവ് തന്നെയാണ് അയാൾ. ഇയാളിലൂടെ തന്നെയാണ് ആ പ്രദേശത്തെ മൊത്തം ജനങ്ങളുടെയും കുടുംബ പ്രശ്നം പോലും ഇയാളാണ് പരിഹരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അത് ഇയാളെ മുന്നിലാണ് എത്തുന്നത്. ഇയാൾ പറയുന്നത് അവിടെ അനുസരിച്ച് കൊള്ളണം. അല്ലാതെ അവിടെ കോടതിയിലൊന്നും പോയി വിവാഹമോചനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും അവിടെ അതിനൊന്നും അടിസ്ഥാനമില്ല. ഇവിടെ എല്ലാം ഇയാൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ, റസീത് എല്ലാം ആ പ്രദേശം മൊത്തം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തത് മുതൽ അവിടെ വലിയ വികസനമൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 50,000 പേരുടെ അന്നദാതാവാണ്. അതുപോലെ അങ്ങനെ സൗജന്യമായൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പം വലിയ കാര്യമായി കരുതുന്ന, ഒരു ചാരിറ്റിയായിട്ട് കരുതുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. അതിൽ നാഷണൽ ജിയോഗ്രഫിക് TV ഷോ മെഗാ കിച്ചൺസിലൊക്കെ ഈ ധർമ്മസ്ഥലയിലെ അടുക്കളയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വെറും പെരുപ്പിച്ച കണക്കാണെന്നൊക്കെയാണ് പറയുന്നത്. 10,000 പേർക്ക് മാത്രമേ ഒരു ദിവസം ആഹാരം കൊടുക്കൂ എന്നൊക്കെയാണ് ഇവരുടെ വാദം. അതൊരു പക്ഷേ ശരിയായിരിക്കാം. കാരണം ധർമ്മസ്ഥലയിൽ ഒരു ദിവസം വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഈ 50,000 പേരൊന്നും വരാൻ സാധ്യതയില്ല. അവിടെ വരുന്നവർക്കല്ലേ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ SDM എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഇവരുടേതാണ്. അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. മെഡിക്കൽ കോളേജുണ്ട്, ആയുർവേദ ഡെന്തൽ കോളേജുകളുണ്ട്, പ്രൈമറി സ്കൂളുകൾ, ഇതെല്ലാം ഇവരുടെയാണ്. എല്ലാത്തിൻ്റെയും തലവൻ ഇവർ തന്നെയാണ്. SKDRDP എന്ന അയാളുടെ സ്വപ്ന പദ്ധതിയിലൂടെയൊക്കെ ഈ ഗ്രാമവികസനം, സ്ത്രീ ശാക്തീകരണം, സംരംഭകത്വം എന്നിവയിലെല്ലാം തന്നെ ഈ വീരേന്ദ്ര ഹെഗ്ഡെ ഇടപെടാറുണ്ട്. ഇദ്ദേഹം എത്രത്തോളം മാന്യനാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ധിക്കരിക്കുന്നവരാ നാട്ടിൽ ആരുമില്ല. അതിനി ആരായിരുന്നാലും ശരി, ഇദ്ദേഹം പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ പാടില്ല എന്ന് തന്നെയാണ്. അത് ധർമ്മമായാലും അധർമ്മമായാലും. സൗജന്യ കുടിവെള്ള പദ്ധതി തൊട്ട് കർഷകർക്കുള്ള മൈക്രോ ഫൈനാൻസ് വായ്പ എല്ലാം ഇതിൽ പെടും. അതുപോലെ ഇയാൾക്ക് കാറുകളോട് വലിയ താല്പര്യമുണ്ട്. ഇയാൾക്ക് 30ഓളം വിൻറ്റേജ് കാറുകളുടെ ശേഖരമുണ്ട്. ഈ 30ഓളം വിൻറ്റേജ് കാറുകളുടെ ശേഖരം ഞാൻ അന്ന് അവിടെ പോയ സമയത്ത് കണ്ടതാണ്. കാരണം അവിടെ വലിയ മ്യൂസിയം ഒക്കെ ഉണ്ട്. മഞ്ജുഷ മ്യൂസിയം, പിന്നെ മഞ്ജുഷ കാർ മ്യൂസിയം. ഇതൊക്കെ നമ്മളവിടെ ചെന്നാൽ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെയൊക്കെ പൂർവികർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളെയും ചരിത്ര വസ്തുക്കളെയും ഒക്കെ നമുക്ക് കാണാം. വളരെ സമ്പന്നമായ ഒരു മ്യൂസിയമാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുഷ മ്യൂസിയം. പിന്നെ ഇദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അകമഴിഞ്ഞ പിന്തുണ കിട്ടും. കർണാടകയിലെ ഏറ്റവും പ്രബലമായ 2 കക്ഷികളാണ് കോൺഗ്രസും BJPയും. ഈ 2 പാർട്ടികളും ഇദ്ദേഹത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. ഈ പാർട്ടികളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒപ്പവുമാണ്. ഈ ധർമ്മസ്ഥലയിൽ പോകാത്ത ആ രാഷ്ട്രീയ നേതാക്കൾ ആരുമില്ല. നമ്മുടെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കളൊക്കെ അവിടെ പോയിട്ടുണ്ട്. അതുപോലെ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ സിദ്ധരാമയ്യ, എല്ലാം അവിടുത്തെ ആതിഥ്യം സ്വീകരിക്കാത്ത ഒരു നേതാവും കർണാടകയിലില്ല, പ്രത്യേകിച്ച് ഈ 2 പാർട്ടികളിലുള്ളവർ. ഇദ്ദേഹത്തിന് 1993 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ രാജർഷി പുരസ്കാരം നൽകി. BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് സാമൂഹ്യ പ്രവർത്തനത്തിനും മതസൗഹാർദ്ദത്തിനും ഇദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി 2000. അതുപോലെ കർണാടകയിൽ BJP മന്ത്രിസഭയിൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2009 കർണാടകയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കർണാടക രത്ന പുരസ്കാരം നൽകി. 2015 മോദി സർക്കാരിൻ്റെ കാലത്ത് പത്മവിഭൂഷൺ നൽകി. 2022 ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം നൽകി. അപ്പോൾ പിന്നെ അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് സഹായമായി. തൻ്റെ നാട്ടിൽ രാജഭരണവും ഇന്ത്യയിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരനും, എന്ത് സുഖമല്ലേ. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എത്തിച്ചത് തന്നെ സൗജന്യ എന്ന പെൺകുട്ടിയുടെ ബലാത്സംഗ കൊലയെ, അതിനെക്കുറിച്ചുള്ള ചില വിവാദങ്ങളൊക്കെ കത്തിപ്പടർന്ന് നിൽക്കുന്ന സമയത്താണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ധർമ്മസ്ഥലം ഒരു ഹിന്ദു ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം ഭക്തരുള്ള ഒരു ദൈവമാണ് ശിവൻ, അല്ലേ? അപ്പോൾ ശിവക്ഷേത്രത്തിലേക്ക്, ഒരു ശിവക്ഷേത്രം, ഹിന്ദു ശിവക്ഷേത്രം, ഈ ശിവക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥർ എങ്ങനെ ജൈന മതക്കാരായി? അത് ദിഗംബര ജൈന മതക്കാരാണ്. അപ്പോൾ ജൈനമതത്തിൽ 2 വിഭാഗക്കാരുണ്ട്, ശ്വേതംബരന്മാരും ദിഗംബരന്മാരും. അപ്പോൾ ഈ ദിഗംബര ജൈന സമൂഹത്തിലുള്ളവർ എങ്ങനെയാണ് ഈ ഹിന്ദു ക്ഷേത്രത്തെ കൈകാര്യം ചെയ്തത്? ഒരുപക്ഷെ ഇന്ത്യയുടെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ബുദ്ധമതവും ജൈനമതവും ഹിന്ദു മതവും ഒക്കെ ഒരുപാട് ഇടപഴകി കിടക്കുന്ന മതങ്ങളാണ്.
ബേസിക്കലി ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇടപഴകി കിടക്കുന്ന ചില മതങ്ങളാണ്. ഇപ്പം ബുദ്ധക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ പോയി ആരാധിക്കാറുണ്ട്, ജൈന ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ പോയി ആരാധിക്കാറുണ്ട്. കാരണം അത് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലൊരു അത്ഭുതം തോന്നിയില്ലെങ്കിലും ഈ ജൈന സമുദായത്തിൽപ്പെട്ടവർ എന്തിനാണ് ഹിന്ദു മതക്ഷേത്രം നടത്തുന്നത് എന്നുള്ളത് നമുക്കിങ്ങനെ അവർക്ക് ജൈന ക്ഷേത്രം ഉണ്ടാക്കിക്കൂടെ അല്ലേ. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ ഈ ധർമ്മസ്ഥലം, മുടിബദ്രി ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആവശ്യം പോലെ ജൈന വികാരങ്ങളുണ്ട്. മഹാവീരൻ്റെ പ്രതിമകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലെ എന്തുകൊണ്ടാണ് ഇവർ ഹിന്ദു ക്ഷേത്രം നടത്തുന്നത് എന്ന് നമുക്ക് തോന്നി. ഇതൊക്കെ ഒരു ഇതിനൊക്കെ വലിയ കഥകൾ തന്നെയുണ്ട്. ഒരു വർഷം 40 ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ കുമിഞ്ഞുകൂടുന്ന സ്വത്തുക്കളെല്ലാം തന്നെ ഈ കുടുംബത്തിൻ്റെതാണ്. അല്ലാതെ അവിടെ വേറെ ആരും കണക്ക് ചോദിക്കാനൊന്നും വരില്ല. ഓഡിറ്റുമില്ല, ED ആദായ നികുതി വകുപ്പ് പരിശോധനയും ഒന്നുമില്ല. കാരണം അവിടെ ഉണ്ടാകുന്ന കോടാനുകോടി രൂപ, എന്നിട്ട് ആ കോടാനുകോടി രൂപേനെ പോക്കറ്റിലാക്കിക്കൊണ്ട് ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ വലിയ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ബിസിനസ്സുകാർ ചെയ്യില്ല. പക്ഷേ ബിസിനസ്സുകാർ പിന്നെ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഭക്തിയെ വിറ്റ് പണം ഉണ്ടാക്കിക്കൊണ്ടൊന്നും അല്ല. അവർ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നു, ചെറിയൊരു പങ്ക് സാമൂഹ്യ പ്രവർത്തനത്തിന് കൊടുക്കുന്നു. കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല, കാരണം അവർ ബിസിനസ് ചെയ്തല്ലേ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നാലും അവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഏറ്റവും വലിയ കാര്യത്തിൽ പ്രതിഷ്ഠിച്ച് വെച്ചുകൊണ്ട് ശതകോടി രൂപ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വരുമാനത്തിന് വരുന്ന ശതകോടി രൂപ അവർ യാതൊരു ഓഡിറ്റിങ്ങിനും വിധേയമാക്കാതെ യാതൊരു കണക്കുകളും ഇല്ലാതെ സ്വന്തമാക്കി വെക്കുന്നു എന്നാണ് വിമർശകർ ആരോപിക്കുന്നത്. ഇനി അവിടെ ഒരു സർക്കാർ പദ്ധതി വരട്ടെ, ഹെഗ്ഡെ കുടുംബത്തിൻ്റെ ക്രെഡിറ്റ് ഇല്ലാതെ അറിയപ്പെടുന്നത്, ഞങ്ങളാണ് നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സർക്കാർ അവിടെ ഒരു കാര്യം ചെയ്യുന്നു, അത് ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുക. ഈ ജൈന ട്രസ്റ്റ് നടത്തുന്നത് കൊണ്ടാണ് മഞ്ജുനാഥ ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കാത്തതെന്നാണ് വാദം. ജൈനർക്കൊപ്പം ക്ഷേത്രകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ധർമ്മസ്ഥലയിലെ ഇതര ബ്രാഹ്മണ കുടുംബങ്ങളാണ്. ഇപ്പോൾ ചില വിവാദങ്ങൾ, ഇത്തരം വലിയ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ഈ ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ അത് നടക്കാതെ പോകുന്നുണ്ട്. കാരണം നടക്കാതിരിക്കാൻ മാത്രമായി കുറേ കഥകളുമൊക്കെ അവിടെ പ്രചരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഐതിഹ്യവും കഥകളുമൊക്കെ ആണല്ലോ ഈ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, ദേവപ്രശ്നം, ആ പുരാണ കഥകളിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മറ്റാർക്കും അവിടെ സ്ഥാനമില്ല എന്ന് പറയുക, ഇങ്ങനെയൊക്കെ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. അതിൻ്റെ കഥ എന്തെന്ന് വെച്ചാൽ 800 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബ എന്നായിരുന്നു ധർമ്മസ്ഥലം അറിയപ്പെട്ടത്. നെല്ലിയാടി ബീഡു എന്ന വീട്ടിൽ ജൈന മേധാവി ബിർമണ്ണ പെർഗഡയും ഭാര്യ അമ്മു വല്ലാൽത്തിയും താമസിച്ചു വന്നു. ഐതിഹ്യമനുസരിച്ച് ധർമ്മത്തിൻ്റെ കാവൽ മലാഹമാർ മനുഷ്യരൂപം സ്വീകരിച്ച് ധർമ്മം ആചരിക്കുന്നതും അത് തുടരാനും പ്രചരിപ്പിക്കാനും കഴിയുന്നതുമായ ഒരു സ്ഥലം തേടി വരികയായിരുന്നു. പർഗഡെ ദമ്പതികൾ അവരുടെ പതിവ് പോലെ സന്ദർശകരെ സ്വീകരിച്ചു. അവരുടെ ആത്മാർത്ഥതയിലും ഔദാര്യത്തിലും സന്തുഷ്ടരായ ആ രാത്രിയിൽ ധർമ്മദൈവങ്ങൾ പെർഗഡയുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അവർ അദ്ദേഹത്തോട് വിശദീകരിച്ചു. അതായത് ദൈവാരാധനയ്ക്കായി തൻ്റെ വീട് ഒഴിയാനും ധർമ്മപ്രചരണത്തിനായി തൻ്റെ ജീവിതം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. ഒന്നും ചോദിക്കാതെ പെർഗഡെ മറ്റൊരു വീട് പണിയുകയും നെല്ലിയാടി വീട് ആരാധനയ്ക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് കഥ. പിന്നീട് ഈ ധർമ്മദൈവങ്ങൾ വീണ്ടും പെർഗഡയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. 4 ദൈവങ്ങൾ, അതായത് കാലരാഹു, കളാർക്കൈ, കുമാരസ്വാമി, കന്യാകുമാരി എന്നിവരെ പ്രതിഷ്ഠിക്കുന്നതിനായി പ്രത്യേക ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അത് ജൈന ദൈവങ്ങളായിരുന്നു. ഇവിടെ പൂജകൾ നടത്താനായി വൈഷ്ണവ ബ്രാഹ്മണരെ കൊണ്ടുവന്നു. അപ്പോൾ അവരാണ് ഈ പെർഗഡയുടെ അവിടെ ഒരു ശിവലിംഗം സ്ഥാപിക്കാൻ അഭ്യർത്ഥിച്ചത്. തുടർന്ന് മംഗലാപുരത്തിനടുത്തുള്ള കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് ശിവലിംഗം വാങ്ങി ഇതിനു ചുറ്റും മഞ്ജുനാഥ ക്ഷേത്രം നിർമ്മിച്ചു. അന്നു തൊട്ട് പെർഗഡെ കുടുംബമാണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ. ചുരുക്കം പറഞ്ഞാൽ ഹിന്ദു ദൈവങ്ങളും ജൈന ദൈവങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിനുണ്ട്. പക്ഷേ കാലക്രമത്തിൽ നേത്രാവതി നദിക്കരയിൽ ഈ ക്ഷേത്രം മഞ്ജുനാഥൻ്റെ പേരിൽ പ്രശസ്തമായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി. ഈ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത് ചില മാധ്യമങ്ങളിൽ നിന്നും ചില വ്യക്തികൾ എഴുതിയ കാര്യങ്ങളിൽ നിന്നുമാണ്. അല്ലാതെ നമുക്കൊന്നും ഈ വിഷയങ്ങളൊന്നും അറിയാൻ സാധ്യതയില്ല. പിന്നീട് ബാഹുബലി പ്രതിമ കൂടി വന്നതോടെ ഈ പ്രദേശത്തിൻ്റെ കീർത്തി അങ്ങ് വർദ്ധിച്ചു. കാരണം അവിടെ ഹിന്ദു ജൈന ആരാധനാലയം എന്ന നിലയ്ക്കുള്ള ഒരു വലിയ കീർത്തി വന്നു. ഒരൊറ്റ പാറക്കല്ലിൽ തീർന്ന ശില്പമാണ് ഈ ബാഹുബലിയുടേത്. ഏകദേശം 2000-ഓളം ആളുകൾ 4 കൊല്ലം കൊണ്ടാണ് ഇത് പണിതത്. 1966 തുടങ്ങിയ നിർമ്മാണം 73-ലാണ് പൂർത്തിയാക്കിയത്. ശില്പം പണിതത് കാർക്കള എന്ന സ്ഥലത്ത് വെച്ചാണ്. കാർക്കള തൊട്ട് ധർമ്മസ്ഥല വരെ ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട്. ഈ ശില്പം കൊണ്ടുവരാൻ പാലങ്ങൾ നിർമ്മിച്ചു. ബോംബെയിൽ നിന്ന് 40 ചക്രമുള്ള പ്രത്യേക ട്രോളി കൊണ്ടുവന്ന് 20 ആനയെ കൊണ്ട് വലിപ്പിച്ചു. അങ്ങനെ 40 ദിവസം കൊണ്ട് പ്രതിമ ധർമ്മസ്ഥലയിൽ കൊണ്ടുവന്നു. പക്ഷേ ശില്പം കുന്നിൻ്റെ മുകളിലാണ് സ്ഥാപിക്കുന്നത്. താഴെ നിന്ന് കുന്നിൻ്റെ മുകളിൽ എത്തിക്കാൻ തന്നെ 2 വർഷം എടുത്തു എന്നാണ് പറയുന്നത് ഈ പ്രതിമ.
അങ്ങനെ 1975 പ്രതിമ മുകളിൽ സ്ഥാപിച്ചു. ബാഹുബലി ശില്പത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ പ്രതിമയുടെ നിർമ്മാണം രത്നവർമ്മ ഹെഗ്ഡെ, അദ്ദേഹത്തിൻ്റെ ശില്പവുമുണ്ട്. വീരേന്ദ്ര ഹെഗ്ഡെയുടെ പിതാവാണ് ഈ രത്നവർമ്മ ഹെഗ്ഡെ. അങ്ങനെ ഈ കുടുംബത്തിലെ മൂത്ത പുരുഷാംഗം ധർമാധികാരിയായി സ്ഥാനമേറ്റു. ഹെഗ്ഡെ എന്ന ഉയർന്ന പദവി പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഈ അധികാരം പാരമ്പര്യമായി കൈമാറി. ബർഗഡെ കുടുംബത്തിലെ ഏകദേശം 20 തലമുറകൾ പിന്നിട്ട് കഴിഞ്ഞു. ഹെഗ്ഡെ കുടുംബമാണ് അന്ന് മുതൽ ഈ പ്രദേശത്തെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും സിവിൽ, ക്രിമിനൽ തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നത്. 800 വർഷം കഴിഞ്ഞിട്ടും ഇത് തന്നെയാണ് അവിടെ തുടരുന്നത്. പേരിന് വേണ്ടി മാത്രം പോലീസ് സ്റ്റേഷനുള്ള സ്ഥലമാണ് ധർമ്മസ്ഥല എന്നാണ് ആക്ഷൻ കമ്മിറ്റി നേതാവ് പി ജയന്ത് പറഞ്ഞത്. 2012 സൗജന്യ എന്ന 17-കാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ് ഉണ്ടായ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. അതുവരെ അങ്ങ് ബെൽത്തങ്കാടിയിലായിരുന്നു പോലീസ് സ്റ്റേഷൻ. ഒരു 10-80 കിലോമീറ്റർ അവിടെ നിന്ന് പോകണം. പിന്നീട് സൗജന്യ കേസിലെ വിവാദങ്ങളെ തുടർന്ന് 2016 മറ്റോ ആണ് ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങിയത്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ വേറെ ഡമ്മിയാണെന്ന കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പോലീസുകാർക്കും ഇല്ല ജീവഭയം. അവർ കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. സർക്കാരിൻ്റെ ശമ്പളവും കിട്ടും, ഇവിടെ നിന്നുള്ള കിമ്പളവും കിട്ടും. അപ്പം അതുകൊണ്ട് അവർക്കൊന്നും ഇതിനകത്തൊന്നൊരു റോളില്ല. അങ്ങനെ ഹെഗ്ഡെയുടെ കോടതിയാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത്. അവിടെ ഇന്ത്യൻ ജുഡീഷ്യറിക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. കാരണം ധർമ്മസ്ഥലയിലെ ധർമാധികാരിയായ ഹെഗ്ഡെ ധർമ്മം വിട്ട് കളിക്കില്ല എന്നായിരുന്നു ആ നാട്ടുകാർ പറയുന്നത്. ധർമ്മമാണല്ലോ നമ്മളിപ്പോൾ കുഴിച്ചെടുക്കുന്നത്, അല്ലേ? ഭൂപരിഷ്കരണം നടന്നിട്ടില്ലാത്ത കർണാടകയിലെ പലയിടത്തും ഈ ജന്മി കുടിയൻ വ്യവസ്ഥയുണ്ട്. ഈ ഭൂപരിഷ്കരണം നടക്കാത്ത എല്ലാ സ്ഥലത്തെയും അവസ്ഥ ഇത് തന്നെയാണ്. കർഷകരെ ചൂഷണം ചെയ്ത്, മറ്റുള്ളവരെ ചൂഷണം ചെയ്തുമൊക്കെയാണ് ഈ കുടുംബം വളർന്ന് വലുതായത്. അല്ലാതെ ഇവരൊന്നും സാധാരണ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയല്ല. ഇവർ ഇത്തരത്തിൽ ചൂഷണം ചെയ്ത് ഉണ്ടാക്കുന്ന പണം മറ്റുള്ള ബിസിനസ്സുകളിലേക്ക് മുതൽ മുടക്കി, അങ്ങനെ ആ ബിസിനസ് വളർന്ന് ഇവരൊക്കെ വലിയ ആളുകളായി മാറി. പിന്നെ ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വത്തുക്കൾ, അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. ധർമ്മസ്ഥലയിൽ ഇദ്ദേഹത്തിനെതിരെ, വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ ആദ്യം ഒരു കേസ് കൊടുത്തുന്നത് അവിടുത്തെ CPM നേതാവായ കർഷക സംഘം താലൂക്ക് സെക്രട്ടറിയായ വിഷ്ണുമൂർത്തി ഭട്ടായിരുന്നു. അന്നൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം, അല്ലേ? അതേക്കുറിച്ച് അദ്ദേഹം ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 1980-86 കാലം കർഷക സംഘം താലൂക്ക് പ്രസിഡൻ്റായിരുന്നു അന്ന് ഞാൻ. ഓൾ ഇന്ത്യ കിസാൻ സഭ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായിരുന്നു. ബെൽത്തങ്ങാടി, പുത്തൂർ, സുള്ളിയ ഈ 3 പ്രദേശങ്ങളിലും സർക്കാരിൻ്റെ റവന്യൂ ഭൂമിയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി കർഷകർ താമസിച്ചിരുന്നു. ജില്ലയിൽ മാത്രമായി 5000 കർഷകരുണ്ടായിരുന്നു. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പ്രദേശത്ത് കൃഷി ചെയ്യുന്നുവെന്ന് ആരോപിച്ച് ഇവർക്ക് മേൽ വലിയ തുക ചുമത്തിയിരുന്നു. അന്ന് CPMൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരുടെ രേഖകളും അവർക്ക് മേൽ ചുമത്തിയിരുന്ന പിഴവ് വിവരങ്ങളുടെ രേഖകളും കണ്ടെടുത്തു. ഇവയെല്ലാം സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചു. ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജന്മിമാർ കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്ന തുകയേക്കാൾ വലുതായിരുന്നു അത്. സർക്കാരിൻ്റെ ഈ നടപടി തുടരാൻ അനുവദിക്കില്ലെന്ന് ആരോപിച്ച് ഞങ്ങൾ നടത്തിയ സമരമായിരുന്നു ധർമ്മസ്ഥലയിലെ ആദ്യ സമരമെന്ന് ഈ വിഷ്ണുമൂർത്തി ഭട്ട് പറയുന്നു. അന്നത്തെ കാലത്തേക്ക് അത് കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു മലയാളിയായ ദേവാനന്ദ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലാണ് SPM കോളേജിലെ വിദ്യാർത്ഥിനിയായ മകൾ പത്മലതയെ ചിലർ തട്ടിക്കൊണ്ടുപോകുന്നത്. കോളേജ് കഴിഞ്ഞ് വൈകിട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥലയിൽ ബസ് ഇറങ്ങിയതായിരുന്നു ഈ പത്മലത. പ്രിൻസിപ്പളായിരുന്ന പ്രഭാകർ എന്ന വ്യക്തിയും വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരൻ D ഹർഷേന്ദ്രകുമാറും കാറിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു പത്മലതയെ കൊണ്ടുപോയത്. സാധാരണയായി ധർമ്മസ്ഥലയിൽ എന്ത് സംഭവം ഉണ്ടായാലും പോലീസ് കേസാവാറില്ല. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സമർപ്പിക്കേണ്ടത് ഹെഗ്ഡെയുടെ കാൽച്ചുവട്ടിലാണ്. അയാൾ പറയുന്നതാണ് പ്രശ്നത്തിനുള്ള പരിഹാരം. നിങ്ങൾ ഇനി നിങ്ങളെ കാണാതായ മകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷിക്കരുത്. അന്വേഷിച്ചാൽ മകൾക്കൊപ്പം മണ്ണിനടി പോകേണ്ടി വരും. അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഈ വിഷ്ണുമൂർത്തി ഭട്ട് പറയുന്നത്, എന്നാൽ ഞങ്ങൾ അന്ന് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ഈ പത്മലതയുടെ കാര്യത്തിന് പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ല. 1-2 ദിവസം നോക്കിയതിന് ശേഷമാകാം പരാതി സ്വീകരിക്കുന്നതെന്നായിരുന്നു അന്ന് ലഭിച്ച മറുപടി. പരാതി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ബഹളം കേട്ടെത്തിയ തഹസിൽദാറുടെ ആവശ്യപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് ധർമ്മസ്ഥലയിലെ ആദ്യത്തെ പരാതി. അതായത് വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ പരാതിയും അതാണെന്ന് വിഷ്ണുമൂർത്തി ഭട്ട് പറയുന്നു. പക്ഷേ ആ കേസ് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ചിലർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീരേന്ദ്ര ഹെഗ്ഡെക്കാൾ പ്രശ്നക്കാരൻ അയാളുടെ സഹോദരൻ ഹർഷേന്ദ്രകുമാറാണെന്നാണ്. കാരണം ഈ ഹർഷേന്ദ്രകുമാറും കൂട്ടരും ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ക്രിമിനൽ സ്വഭാവമൊക്കെ ഉള്ള ചില ജീവനക്കാരുമായി ചേർന്നുകൊണ്ടാണ് അവിടെ ഈ അധർമ്മമൊക്കെ നടത്തുന്നതെന്നും അഴിഞ്ഞാടുന്നതെന്നുമാണ് പറയുന്നത്. അനിയൻ ചെയ്യുമ്പോൾ ചേട്ടന് പിന്തുണ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ?
അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതൊക്കെ ചേട്ടൻ അങ്ങ് കണ്ണടയ്ക്കും. ധർമ്മസ്ഥലയിലും പരിസരത്തും ആരെന്ത് മികച്ച സംരംഭം തുടങ്ങിയാലും അത് ഇവരുടെ കയ്യിലെത്തും. നേരത്തെ പറഞ്ഞ പോലെ ഒരു മലയാളിയെ കൊന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഒരു ആക്സിഡൻറ്റിലൂടെ കൊന്നു. അയാളുടെ മകൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 10-17 ഏക്കറോളം ഭൂമി തട്ടിച്ച് വാങ്ങാൻ ശ്രമിച്ചുവെന്നും ചെറിയ വിലയ്ക്ക് കൊടുത്തിട്ട് പോയെന്നും പിന്നെയും കുറച്ച് ഭൂമി ഉണ്ടായിരുന്നതും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞതും അതിന് സമ്മതിക്കാത്തപ്പോൾ അയാൾ മുടിബദ്രിയിലേക്ക് ഒരു ആയുർവേദ ചികിത്സ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അയാൾ ഒരു സ്ഥലത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ, അതായത് ഒരു വീട്ടിൽ ചികിത്സ ചെയ്യാൻ പോയപ്പോൾ പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക്, ബൈക്കിൽ വരുന്ന വഴിക്ക് മുടിബദ്രിയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്കുള്ള പാതയിൽ എവിടെയോ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ അയാളെ കൊന്നു എന്നാണ് ഈ മകൻ പറയുന്നത്. അത് കണ്ട ഒരു പെൺകുട്ടിയും പറയുന്നത് ഈ വണ്ടി വന്ന് ഇടിച്ചിട്ട് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയെന്നാണ്. അത് ഇടിക്കാൻ വേണ്ടി മാത്രം പിന്തുടർന്ന വണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ പലരുടെയും ജീവൻ അവിടെ നഷ്ടപ്പെടും, സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നവരുടെ. അങ്ങനെ പലരും, അത് മലയാളിയായ അനീഷാണ് തൻ്റെ പിതാവിൻ്റെ മരണത്തിന് കാരണമായി അവർ പറയുന്നത്. പിതാവ് ഇവർ പറയുന്നത് കേട്ടില്ലെന്നും പിന്നീട് പിറ്റേന്ന് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അനവധി ക്രൂരമായ കൊലപാതകങ്ങളുടെയും ബലാത്സംഗത്തിൻ്റെയും എല്ലാം കഥകൾ ഈ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിക്ക് പറയാനുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിൽ മർദ്ദനത്തിനായി ഇരുട്ടുമുറികളുണ്ടെന്നും അവർ പറയുന്നുണ്ട്. സൗജന്യ കേസിലെ 3 സാക്ഷികളെയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊന്നു തള്ളിയത്. അതുമാത്രമല്ല, ഈ ധർമ്മസ്ഥലയിലൊരു പ്രശ്നം, അവിടെ അനവധി ഗസ്റ്റ് ഹൗസുകളുണ്ടെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് തുച്ഛമായ പൈസയ്ക്ക് താമസിക്കാൻ പറ്റുന്ന ഗസ്റ്റ് ഹൗസുണ്ട്. ഇവയിലേക്ക് നല്ല സുന്ദരികളായ പെൺകുട്ടികളൊക്കെ കുടുംബസമേതം വരുമ്പോൾ അവരെ കണ്ടോളാൻ മോഹം തോന്നുക, അവരെ സമീപിക്കുക. വഴങ്ങിയാൽ പൈസയും നല്ല പാരിതോഷികമൊക്കെ കിട്ടും, എതിർത്താൽ മരണമായിരിക്കും ഫലം. കാരണം കൊല്ലുന്നതിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അങ്ങനെയാണല്ലോ, ക്ഷത്രിയന്മാരാണല്ലോ, കൊല്ലാലോ. ഒരു കേസും പോലീസ് സ്റ്റേഷനിലെത്തില്ല, ആരും അത് അന്വേഷിക്കാനും വരുന്നില്ല. അന്വേഷിക്കാൻ വരുന്നവരുടെയും ഗതി ഇത് തന്നെയാണ്. പിന്നെ എന്ത് സംഭവിക്കും അവിടുന്ന് ആർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരു അക്ഷരം മിണ്ടാൻ സാധിക്കാതെ തങ്ങളിൽ നിന്ന് മിസ്സിങ്ങായ, തങ്ങളിൽ നിന്ന് വിട്ടുപോയവരെക്കുറിച്ച് ഓർത്ത് നേറി പ്രതികരിക്കാൻ പറ്റാതെ എത്രയോ ജനങ്ങളായിരിക്കും അവിടെ ജീവിച്ചിട്ടുണ്ടാവുക. എന്നെ അന്വേഷിക്കാൻ ആരെങ്കിലും വന്നാൽ ഇവരോട് സഹകരിച്ചാൽ നല്ല പൈസയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടും, അല്ലേ? അതുപോലെ അവിടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അവരുടെ ആളുകളാണ്. അന്ന് സൗജന്യ കേസ് നടക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ BJP നേതാവ് അശോക അന്ന് സൗജന്യയുടെ വീട്ടിൽ പോകാതെ ഹെഗ്ഡെ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ അവിടുത്തെ കോൺഗ്രസിൻ്റെ മുടിചൂടാൻ മന്നനായ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒക്കെ ഹെഗ്ഡെയുടെ വലിയ പിന്തുണ കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആർക്കും ഇവർക്കെതിരെ പ്രതികരിക്കാനൊന്നും ആയില്ല. പ്രതികരിച്ചാൽ ക്രൂരമായ പീഡനങ്ങളാണ്. ഈ വിഷ്ണുമൂർത്തി ഭട്ട് തന്നെ ഒരിക്കലും എന്തോ ഒരു സമരത്തിന് നേതൃത്വം നൽകിയതിന് ബെൽത്തങ്കടി ബസ് സ്റ്റാൻഡിൽ വെച്ച് മർദ്ദിച്ച് ആവശ്യനാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്ന് ഇതുപോലെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്ന് പരാതി കൊടുത്തെങ്കിലും ഒരു ഗുണവും ഉണ്ടായില്ല. അങ്ങനെ ആ നാട് വിട്ട് തന്നെ മാംഗ്ലൂരുവിൽ താമസിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ വരുന്ന ആളുകളെയൊക്കെ, പെൺകുട്ടികളെയൊക്കെ ഒരു ചിലന്തി വല പോലെ കൊടുക്കും എന്നുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതാണ് അനന്യ ഭട്ടിൻ്റെ ഉദാഹരണം തന്നെ അറിയാം. സുഹൃത്തുക്കൾക്കൊപ്പം ആ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ വരുന്നു, വന്നിട്ട് അവിടെ വെച്ച് ആ കുട്ടി മിസ്സിങ് ആവുന്നു. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആ കുട്ടിയുടെ അമ്മ അതറിഞ്ഞുകൊണ്ട് കൽക്കട്ടയിൽ ജോലി ചെയ്യുന്ന അമ്മ അവിടെ എത്തുന്നു. തൻ്റെ മകളെ കണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് എല്ലായിടത്തും ചെല്ലുന്നു, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, ഹെഗ്ഡെയുടെ വീട്ടിൽ ചെല്ലുന്നു, എല്ലാ സ്ഥലത്തുനിന്നും തിക്താനുഭവം. ഒടുവിൽ അവരെ 4-5 പേര് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിനടുത്തുള്ള ഏതോ മുറിയിൽ കൊണ്ടിട്ട് കെട്ടിയിട്ട് മർദ്ദിച്ച് അവശയാക്കി തലയൊക്കെ അടിച്ച് പൊട്ടിച്ചു. അങ്ങനെ കുറേ ദിവസം കോമയിൽ കിടന്നു എന്നാണ് സുജാത ഭട്ട് തന്നെ, അതായത് ഈ അനന്യ ഭട്ടിൻ്റെ അമ്മ തന്നെ മാധ്യമങ്ങളോട് പറയുന്നത്. അവിടെ പിന്നെ എന്ത് നീതിയാണ് നടപ്പാക്കേണ്ടത്? ഈ വീരേന്ദ്ര ഹെഗ്ഡെയെ സന്ദർശിച്ചതിൻ്റെ അന്ന് രാത്രിയാണ് ഈ സുജാത ഭട്ടിന് ഈ അനുഭവങ്ങൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അവർ 3 മാസമാണ് കോമയിൽ കിടന്നത്. ഒരു ബാംഗ്ലൂരുവിലെ ആശുപത്രിയിൽ 3 മാസമാണ് കിടന്നത്. അന്ന് പലതും തൻ്റെ കയ്യിൽ നിന്ന് പല രേഖകളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തൽ, ഈ ശുചീകരണ തൊഴിലാളി ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആ അമ്മ കരുതുന്നത് തൻ്റെ മകളുടെ ഡെഡ് ബോഡിയും അതുവഴി തോണ്ടിയെടുത്താൽ കിട്ടുമെന്നാണ്, കുഴിച്ചെടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. മകൾക്ക് ആത്മമോക്ഷം വേണം, ആ കർമ്മം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മ 20 വർഷത്തോളമായി നേറി ജീവിക്കുന്നു. ആ അമ്മയുടെ ദുഃഖം നമ്മൾ ഓർത്ത് നോക്കുക. അന്ന് സൗജന്യയുടെ കൊലക്കേസ് നടന്ന സമയത്ത് തന്നെ ഒരു ഡമ്മി പ്രതിയാണ്, ഒരു മാനസിക വിഭ്രാന്തിയുള്ള ഒരു ഡമ്മി പ്രതിയെ മർദ്ദിച്ച് അവശനാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു. ചില ബിരുദന്മാർ, ചില മാന്യന്മാർ, ഇവനാണ് ആ കുട്ടിയെ കൊന്നതെന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും ഈ പാവപ്പെട്ട മനുഷ്യനെ അടിച്ച് മുറിവേൽപ്പിച്ച് അവിടെ കൊണ്ട് കൊടുത്ത ഈ മാന്യത ചമഞ്ഞ് നടക്കുന്നവരാണ് യഥാർത്ഥ പ്രതികളെന്നുള്ളതാണ് സത്യം. എന്നാൽ ആ പ്രതിയെ, ഇവർ ഹാജരാക്കിയ ആ പ്രതിയെ, പാവപ്പെട്ട മനുഷ്യനെ കോടതി വെറുതെ വിട്ടു. കാരണം അയാൾ കുറ്റം ചെയ്തില്ല.
ഇത്രയും കാലമായി അതിലൊരു പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. 2023 BJP MLA മാർ ഉൾപ്പെടെ സൗജന്യ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടു. 2025 ആ ആവശ്യം തള്ളി. അതോടെ വിസ്മൃതിയിലാകാൻ തുടങ്ങിയ കേസിന് ജീവൻ വെപ്പിച്ചത് ഒരു യൂട്യൂബറാണ്. കർണാടക മാധ്യമങ്ങളുടെ ഒരു സഹായവും തങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നാണ് സൗജന്യയുടെ കുടുംബം പറയുന്നത്. എങ്ങനെ കിട്ടുന്നത്? ആരെങ്കിലും മിണ്ടിയാൽ അവരെ നിശബ്ദരാക്കും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് കൂടെ നിർത്തും. ഈ യൂട്യൂബിൽ ഒരു കണ്ടൻറ് ക്രിയേറ്ററായ സമീർ MD എന്ന് പറയുന്ന ഒരു 25-കാരനാണ് ഈ അയാളുടെ യൂട്യൂബ് ചാനലായ ദൂത വഴി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കർണാടകയിൽ വൈറലായി. 1.8 കോടിയിലധികം പേരാണ് അത് കണ്ടത്. അത് സൗജന്യ വധത്തിൻ്റെ യഥാർത്ഥ ചിത്രം അതോടെ പുറത്തായി എന്നാണ് പറയുന്നത്. ക്ഷേത്രം നിയന്ത്രിക്കുന്ന ഈ ഹെഗ്ഡേമാരെ പ്രതിക്കൂട്ടിൽ നടത്തുന്ന വീഡിയോ. പിന്നെ ഈ വീഡിയോ തുടർന്നുണ്ടായ ക്യാമ്പയിനിങ്ങും പിന്നെ അതുപോലെയുള്ള അനവധി വിഷയങ്ങളും എല്ലാം തന്നെ വളരെ വിവാദമായിരുന്നു. അങ്ങനെയൊക്കെയാണ് പിന്നീട് ഈ ശുചീകരണ തൊഴിലാളി എത്തിയതും ഈ വെളിപ്പെടുത്തലുകൾ വന്നതും പിന്നെ ഒരുപാട് പിന്തുണകൾ ലഭിച്ചതും ഇപ്പോൾ അനവധി പേർ തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി കുഴിച്ചിടുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനവധിയായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. വീടുകളിൽ നിന്ന് മുമ്പ് പെൺകുട്ടികളെ കാണാതായ ഇത്രയും നാൾ മൗനമായി ഇരുന്ന പേടി കൊണ്ട് മൗനമായിരുന്ന പലരും രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോഴും ഈ SIT അന്വേഷണം നടന്നു തുടങ്ങിയിട്ടും പല പാർട്ടികളും ഇവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, ഈ ഹെഗ്ഡേമാരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പലരും കേരള സർക്കാരിലും കേരളത്തിലെ ചാനലുകളിലെയും ആ രംഗത്ത് വന്ന ആളുകളുടെ ആക്ഷൻ കമ്മിറ്റിയിലും ചിലരുടെ മതത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടൊക്കെ പലരും പറയുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഇപ്പോൾ കുഴിച്ചെടുക്കുന്ന ഡെഡ് ബോഡികൾ തന്നെയാണ് ഉദാഹരണം. അതുമാത്രമല്ല, പല പോലീസുകാർക്കും ജീവനിൽ ഭയമുണ്ട്. പലരും ഈ ആദ്യമൊക്കെ ഈ SIT ടീമിൽ നിശ്ചയിച്ച പല പോലീസുകാരും ടീമിൽ നിന്ന് പിന്മാറി. അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുമ്പോൾ അവിടെ കുറേ ആളുകൾ വന്ന് അടിഞ്ഞു കൂടും. ഭക്ഷണം മാത്രമാണല്ലോ മനുഷ്യൻ്റെ ബേസിക്കായി ആവശ്യം. കുളിക്കാൻ വെള്ളം അവിടെ ഉണ്ട്, എവിടെയെങ്കിലും ചെന്ന് തലചായ്ക്കുക എന്ന് മാത്രമേ പിന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്രായമായ ആളുകൾ, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, അനാഥരായിട്ടുള്ളവരൊക്കെ വന്ന് അവിടെ അടിഞ്ഞു കൂടും. അതിൽ വയസ്സായവരൊക്കെ അവിടെ ഇരുന്ന് തന്നെ മരിക്കും. അപ്പോൾ അവരവിടുത്തെ കുഴിച്ചിടും. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ മറവിൽ അതിലും എത്രയോ ഇരട്ടി നിരപരാധികളെ സ്വന്തം ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യം. അല്ലാതെ പ്രായാധിക്യം വന്ന് അവിടെ ഇരുന്ന് മരിച്ചു പോയ മോക്ഷം നേടി സമാധിയായവരെ കൊണ്ട് കുഴിച്ചിട്ടു എന്നൊന്നും പറയുന്നത് മാത്രമല്ല സത്യം. അതിൻ്റെയൊക്കെ മറവിൽ അതിലും എത്രയോ ഇരട്ടി നിരപരാധികളായ പെൺകുട്ടികളെയും ഭൂമിക്ക് വേണ്ടി കൊന്നൊടുക്കിയവരെയും ഇവിടെയൊക്കെ അസ്ഥികൂടങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതെല്ലാം ക്ഷേത്രത്തെ തകർക്കാനുള്ള നീക്കമെന്നാണ് പറയുന്നത്. കാരണം അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളുടെ അഭിപ്രായമായിട്ടല്ല അത് പറഞ്ഞത്. കാരണം ഈ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ആയിരക്കണക്കിന് പേരെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടും ഇത്രയും കിട്ടിയില്ല. എന്നാൽ ഇപ്പോഴാണ് അത് കണ്ടെടുക്കുന്നത്. അന്നും നമ്മൾ പറഞ്ഞു അന്വേഷണം നടക്കട്ടെ, പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ, കൂടുതൽ അന്വേഷണം നടക്കട്ടെ. ഇതുവരെ മെല്ലപ്പോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ അയാൾ ആദ്യം കുഴിച്ചെടുത്ത ഒരു അസ്ഥിയും കൊണ്ടാണ് വന്നത്. പിന്നീട് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ വരുമ്പോഴാണ് അസ്ഥികൂടങ്ങൾ അനവധി ലഭിച്ചു തുടങ്ങുന്നത്. ഹെഗ്ഡേ കുടുംബം എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? ഈ അന്വേഷണം നടക്കട്ടെ. അവർ അന്വേഷണത്തെ പേടിക്കുന്നത് എന്തിനാണ്? അവർ അന്വേഷണത്തെ പേടിക്കുന്നത് അവരുടെ കയ്യിൽ പാപക്കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അതുമാത്രമല്ല, ഈ ഇതിനെക്കുറിച്ചൊക്കെ എഴുതുന്ന ആളുകളെ എന്തിനാണ് ഇവർ കോടതിയെ ഉപയോഗിച്ച് നിശബ്ദരാക്കാൻ ശ്രമിച്ചത്? ഗ്യാഗ് ഓർഡറൊക്കെ വാങ്ങുന്നത് എന്തിനാണ്? എഴുതിക്കോട്ടെ ആളുകൾ. ഇവർ നിരപരാധിയെങ്കിൽ ഇവരെന്തിനാണ് ശിക്ഷിക്കുന്നത്? ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള 9,000-ഓളം ലിങ്കുകളാണ് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവരെന്തിനാണ് ഇടപെടാൻ പോകുന്നത്? അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടാകുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? രാജ്യത്ത് തന്നെ ഏറ്റവും മോശം പോലീസ് സംവിധാനമാണ് അവിടെ ഉള്ളത്. ആ രാജ്യത്ത് ഏറ്റവും മോശം പോലീസ് സംവിധാനം ഉണ്ടാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പോലീസ് ഇല്ലാത്തടത്ത് ക്രിമിനലുകൾ ഉണ്ടാകും, ധർമ്മമില്ലാത്തടത്ത് അധർമ്മമുണ്ടാകും. അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. ഈ ക്രിമിനലുകളെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയ കുടുംബം ഈ ക്രിമിനലുകളൊക്കെ എന്ത് ചെയ്തു? അവിടെ ആർക്കും അഴിഞ്ഞാടാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉള്ളത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറത്തു വരണം. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവർ നിശബ്ദരാകണം. തങ്ങളുടെ കയ്യിൽ തെറ്റിൻ്റെ പാവക്കറയില്ലെങ്കിൽ ഹെഗ്ഡേ കുടുംബം നിശബ്ദരാകണം. അന്വേഷണം നടക്കട്ടെ. കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം. ഇതുവരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ശിക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമേ ധർമ്മസ്ഥല ഒരു യഥാർത്ഥ ധർമ്മം പുലരുന്ന സ്ഥലമായി പരിണമിക്കുകയുള്ളൂ. ഇതുവരെ ആ ധർമ്മസ്ഥലയിൽ ഒരു വലിയ നിഴൽ വീണ് കിടക്കുകയാണ്. ആ നിഴൽ മാറണം. അവിടെ നിന്ന് ധർമ്മസ്ഥല ജനങ്ങളുടെ ക്ഷേത്രമാകണം. മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ ക്ഷേത്രത്തെ ബിസിനസ്സാക്കാൻ അനുവദിക്കരുത്. ക്ഷേത്രത്തിലെ ജീവനക്കാരെയെല്ലാം പിരിച്ചുവിട്ട് സർക്കാരിൻ്റെ ആളുകൾ അവിടെ വരണം. ജനാധിപത്യമാണിത്.
ഒരു ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും അവിടെ സ്ഥാനമില്ല. ഭൂമി പിടിച്ചെടുക്കണം, ഭൂപരിഷ്കരണം നടത്തണം, സാധാരണക്കാർക്ക് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം. അവിടെ എല്ലാവർക്കും നിർഭയമായി ബിസിനസ് ചെയ്യാനും കൃഷി ചെയ്യാനും ഫാമിംഗ് നടത്താനുമുള്ള സ്വാതന്ത്ര്യം വേണം. ഇല്ലെങ്കിൽ ആ സ്ഥലത്തിന് ധർമ്മസ്ഥല എന്ന പേര് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ആ സ്ഥലത്തിൻ്റെ പേരിൻ്റെ മുന്നിൽ ഒരു ആ കൂടി ചേർക്കേണ്ടി വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.